ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് ഇന്ന് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടു ഡു ലിസ്റ്റ് ഹോൾഡറാണ്. നമുക്ക് ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഇട്ടതാണ് ലോങ് വീഡിയോ ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇതേ കൂട്ട് മടക്കി കൊടുക്കണം. പിന്നെ നാളെ തന്നെ ഒരു അടുത്ത ലോങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഇതേ കൂട്ട് ഒന്ന് മടക്കി കൊടുക്കണം. ഗൈസ്, ഇതൊക്കെ വെറും സിമ്പിളാണ് ഗൈസ്. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ടു ഡു ലിസ്റ്റ് ഹോൾഡറിൻ്റെ സ്റ്റാൻഡ് റെഡിയായി. ഇനി നമ്മൾ ടു ഡു ലിസ്റ്റ് അത് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. ബുക്ക് മാർക്ക് ആണെങ്കിൽ അത് സിമ്പിളാണ് ഗൈസ്. നമ്മളൊരു ഹാർട്ട് ഏതൊരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇതേ കൂട്ട് വരയിട്ടിട്ട് അതുകൂടെ കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ബുക്ക് മാർക്ക് റെഡിയായി. വേറെ ബുക്ക് മാർക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്കൊരു പേപ്പർ പൗച്ചാണ്, അത് വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ പേപ്പർ എടുക്കുക. A4 പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ബുക്കിലെ പേജൊക്കെ കാണുമല്ലോ, അപ്പോൾ അതെടുത്താലും മതി, അത് നല്ലതായിരിക്കും. പേപ്പർ പൗച്ച് നല്ല സിമ്പിളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് തോന്നിയത് ആ ബുക്ക് മാർക്കും പേപ്പർ പൗച്ചും ആയിരുന്നേ. നമുക്കിത് വേണമെങ്കിൽ ആദ്യം ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ അങ്ങനെ പേപ്പർ പൗച്ച് തീരാക്കിയായി. ഇതേ കൂട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. ഞാനൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നോ നാളെയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമേ. അത് ഒറിഗാമിയാണ്. അങ്ങനെ നമ്മുടെ പേപ്പർ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കാം, വേണമെങ്കിൽ ചെവിയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പർ പൗച്ച് റെഡിയായി. എൻ്റെ ഇച്ചിരി ചെറുതായതുകൊണ്ട് ഞാനൊരു ചെറിയ ക്രയോണാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് DIY നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം നമുക്ക്. അത് പിന്നെ സിമ്പിളാണ് ഗൈസ്. A4 പേപ്പർ എടുക്കുക, രണ്ടായിട്ട് മടക്കുക. നമ്മളിത് ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ 8 ഷീറ്റായിട്ട് കിട്ടും. നമ്മൾ ആ 8 ഷീറ്റ് എടുക്കാം. ഗൈസ്, ഞാൻ ഫസ്റ്റ് വരച്ചത് കുളമായിപ്പോയി ഗൈസ്. നിങ്ങൾ ഫസ്റ്റിലത്തെ മൈൻഡ് ചെയ്യവേ വേണ്ട ഗൈസ്, അത് തെറ്റിപ്പോയതാണ് ഗൈസ്. ഞാൻ ഈ പേസ്റ്റൽ ബ്രഷ് പെന്ന് മീഷോയിൽ നിന്ന് മേടിച്ചായിരുന്നു. 200 അത്ര ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെ നോർമൽ കളേഴ്സും എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് റെഡിയായി. ഇനി നമുക്ക് പോക്കറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാം. അത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ബുക്കിൻ്റെ ബൈൻഡില്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഗൈസ്. നമ്മൾ ഈ സെയിം അളവിൽ ഞാൻ മെഷർമെൻ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതേ കൂട്ട് നമ്മൾ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റിക്കി നോട്ടാണ് എടുക്കുന്നത്. വേറെ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. എനിക്ക് ടൈം ടേബിൾ കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ടൈം ടേബിൾ എഴുതാഞ്ഞത്. നമുക്ക് പശ തേച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ടൈം ടേബിൾ റെഡിയായി ഗൈസ്. ടൈം ടേബിൾ കിട്ടുമ്പം ഞാൻ ടൈം ടേബിൾ എഴുതി വെക്കുമേ. അടുത്തത് നമുക്ക് ഒരു പൗച്ചാണ്. ഈ പൗച്ചെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിൻ്റെ കവറൊക്കെ കിട്ടത്തില്ലേ, ആ കവർ വെച്ചിട്ടാണ് ഞാൻ ഈ സിപ്പർ പൗച്ച് ഉണ്ടാക്കി വെക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയത് പേപ്പർ പൗച്ചായിരുന്നല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് ഇത് ആവശ്യത്തിന് അളവിന് ഇത് കട്ട് ചെയ്തെടുക്കണം. മണ്ടക്കലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കല്, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്പെറൻറ്റ് കവറാണ് ഈ എടുക്കുന്നത്, സെല്ലോ ടേപ്പ് ഉപയോഗിക്കുക. അല്ലാതെ ഈ ടാങ്കിൻ്റെ കവറൊക്കെ ആണെങ്കിൽ നമുക്ക് മാസ്കിങ് ടേപ്പ്, ഏത് ടേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ A4 ഷീറ്റിൻ്റെ അകത്ത് ഇതേ കൂട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോഴാണ് ഈ ഒരു ക്രിസ്മസ് കാർഡ് എനിക്ക് കിട്ടിയത്. ആ ക്രിസ്മസ് കാർഡിൻ്റെ ആ സാധനം കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ബട്ട് ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വാഷിട്ട് പൊട്ടിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ലവും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് അടുത്തത് മെമ്മോ പാഡ്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ അല്ല ഗൈസ്, ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മെമ്മോ പാഡായിരുന്നു. അതിൻ്റെ അകത്ത് ടു ഡു ലിസ്റ്റ് ഉണ്ട്, പെൻ ഹോൾഡർ ഉണ്ട്, പിന്നെ മോർണിംഗ് റൊട്ടീനും നൈറ്റ് റൊട്ടീനും മൈ പ്ലാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു സാധനമാണ് ഉണ്ടാക്കിയത്.
അങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ടു ഡു ലിസ്റ്റ് ഹോൾഡർ, പിന്നെ പോക്കറ്റ് ടൈം ടേബിൾ, പൗച്ച്, പിന്നെ നമ്മുടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ആരാധ്യ. ബൈ, സീ യു സൂൺ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.